ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു വെണ്ടയ്ക്ക വെച്ചിട്ടൊരു റെസിപ്പി കാണിക്കാനാണ് ഞാൻ പോണത്. വെണ്ടയ്ക്ക മസാല. അത് ചോറിനും കഴിക്കാൻ പറ്റും, ചപ്പാത്തിക്ക് പൂരിക്ക് എന്തിനു വേണമെങ്കിൽ കഴിക്കാം. അപ്പോൾ നമുക്കതുണ്ടാക്കാം. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് വെണ്ടയ്ക്ക ഒരുപാട് ചെറുതായിട്ട് എപ്പോഴും മുറിക്കരുത്. ഒരു 1/4 ഇഞ്ച് ഇതിന് നല്ല ഇളന്ത് വെണ്ടയ്ക്ക എടുക്കുന്നതാണ് നല്ലത്. അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഒരുപാട് മൂത്തതൊന്നും ഇതിന് നന്നായിരിക്കില്ല. ഇതിനെ നന്നായി ഒന്ന് ഫ്രൈ ചെയ്യുക. ഇതിൻ്റെ വഴുപ്പൊക്കെ ഒന്ന് പോണ വരെ നന്നായി ഫ്രൈ ചെയ്യുക. ഇതൊന്ന് നന്നായി ഫ്രൈ ആവട്ടെ. ഈ വെണ്ടയ്ക്കിപ്പോൾ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്നുണ്ട്. നല്ലോണം അതിൻ്റെ ആ പശ സ്റ്റിക്കിനെസ് ഉണ്ടല്ലോ, സ്റ്റിക്കിനെസ് അതൊക്കെ നന്നായി പോകണം. ഇത് മുഴുവൻ പോയിട്ടില്ല കേട്ടോ. ഈ സമയത്ത് വേണമെങ്കിൽ ഒരു തുള്ളി നാരങ്ങ നീര് ചേർക്കാം. ഞാനിപ്പോൾ നാരങ്ങ നീര് ചേർക്കുന്നില്ല. ഞാനിതിൽ ടൊമാറ്റോ ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എല്ലാറ്റിൻ്റെയും കൂടെ പുളി ഭയങ്കരമായിട്ട് ജാസ്തിയാവും. അതുകൊണ്ട് ഇത് കുറച്ചുകൂടി ഒന്ന് ഫ്രൈ ആവട്ടെ. ഇപ്പോൾ നോക്കുള്ളൂ, കുറച്ചൊക്കെ ഒരു ബ്രൗൺ നിറം വന്നിട്ടുണ്ട്. എന്നാലും മുഴുവനായിട്ട് ആ പശ അങ്ങോട്ട് പോയിട്ടില്ല. അതിൻ്റെ സ്റ്റിക്കിനെസ് ഒന്ന് പോയാൽ മാത്രമേ ഇത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് അവിടെ കിടന്നാവട്ടെ. അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ സിമ്പിൾ പരിപ്പ് കറി ഒന്ന് കാണിക്കാം. ഇപ്പം ഞാൻ എൻ്റെ പരിപ്പ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സിമ്പിൾ പരിപ്പ് കറി ഇതിൻ്റെ ഇടയിൽ 1 ടീസ്പൂൺ എണ്ണ ഒഴിക്കുന്നു. 1 ടീസ്പൂണല്ല, 2 ടീസ്പൂൺ എണ്ണയുണ്ട് കേട്ടോ അതിൽ. എന്നിട്ട് ഇതൊന്ന് ചൂടായി വരുമ്പോൾ അതൊന്ന് ചൂടാവട്ടെ. 1 സ്പൂൺ കടുക്, ഒപ്പം തന്നെ 1/2 ടീസ്പൂൺ ജീരകം. ഈ ജീരകത്തിൻ്റെ മണം ഇതിൽ വരുമ്പോൾ നല്ല ഒരു ടേസ്റ്റാണ്. ഇഞ്ചി, ഇതെല്ലാം ഒന്ന് നന്നായി ഇങ്ങനെ വതകട്ടെ. ഒരു 2 പച്ചമുളക്, ചെറിയ ഉള്ളി, ഇതിലൊരു 8 എണ്ണം ഉണ്ട് കേട്ടോ. ഇങ്ങനെ കീറി വെച്ചതാണ് നന്നായിട്ട്. ഈ ചെറിയ ഉള്ളി ചേർക്കുമ്പോൾ വലിയ ഉള്ളി ഇടാം. ഞാൻ പക്ഷേ ചെറിയ ഉള്ളിയെ വെച്ചിരിക്കണേ. ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിന്. ഇതൊന്ന് നന്നായി ഇങ്ങനെ വഴറ്റി വരുമ്പോൾ ഇതൊന്ന് വഴറ്റട്ടെ. ഇപ്പോൾ ഇതിൻ്റെ കൂടെ നല്ലൊരു വലിയ തക്കാളി. ഈ തക്കാളി പുളിയുള്ള തക്കാളിയാണ് കേട്ടോ. എനിക്ക് ഇത്തിരി ഒരു പുളിയുള്ളത് ഇഷ്ടമാണ്. അത് നല്ലോണം ഒരു പഴുത്ത് വരുന്നൊരു തക്കാളിയാണ്. ഹാഫ് പച്ചയും ഹാഫ് പഴുത്തതുമാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ തക്കാളിക്ക് നല്ലൊരു പുളി ഉണ്ടാവും. മറ്റേ തക്കാളിയല്ല, നമ്മുടെ നാടൻ തക്കാളിയാണിത്. അപ്പോൾ ഇത് നന്നായി ഒന്ന് ആവട്ടെ. ഇത് വെന്ത് വരുന്ന സമയത്ത്, ഇതൊന്ന് നല്ല ആവുന്ന സമയത്ത് ഞാനിവിടെ ഒരു 1/4 കപ്പ് പരിപ്പ് ഒരു 10 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചു. ഇത് നേരത്തെ ചെയ്തതായിരുന്നു. ഇനി ഇതിനെ ഞാൻ ഈ കുക്കറിലേക്ക് ഇടുക. കുക്കറിൽ 1 കപ്പ് 1.5 കപ്പ് വെള്ളമുണ്ട്. ഇതിനെ ഞാനിനി ഇതിലേക്ക് ഇടുക. ഇത് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ വെള്ളത്തിലിട്ട് വെച്ചില്ലെങ്കിലും നമുക്ക് ഒന്ന് കഴുകിയിട്ട് വേഗം നല്ല ചൂടായ വെള്ളത്തിലിടുക എന്ന് മാത്രം. വഴറ്റി വെച്ച ഉള്ളി, തക്കാളി, പച്ചമുളക് പിന്നെ എല്ലാം കൂടിയുള്ളത് ഇതിലേക്ക് ഇടുകയാണ്. കണ്ടോ, നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് വളരെ എളുപ്പമാണ് ഈ കറി ചെയ്യാൻ. ഒരു ഗസ്റ്റ് വന്നാലോ ഒക്കെ നമുക്കിത് വേഗം ചെയ്യാൻ പറ്റുന്നൊരു കറിയാണ്. നല്ല ടേസ്റ്റിയാണ്. ഇതാവുന്ന നേരം കൊണ്ട് നമ്മുടെ ഉപ്പേരിയാവും. കുറച്ച് മഞ്ഞൾപ്പൊടി,
ഇനി ഞാൻ ഉപ്പാണ് ഇടാൻ പോണത്. ഞാനിപ്പോൾ കുറച്ചായിട്ട് കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്. എനിക്കത് ആഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തോന്നുന്നു, എന്താണെന്ന് അറിയില്ല. പക്ഷേ ഞാനിപ്പോൾ കല്ലുപ്പാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് എന്താ ചെയ്യണറിയോ, ഒന്ന് ഇളക്കിയിട്ട് ഇതെല്ലാം കൂടി വേകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. പിന്നെ ഇതിങ്ങനെ അടച്ചു വയ്ക്കുക. കുക്കറിട്ടിട്ട് അടച്ചിട്ട് ഒരു 2 വിസിൽ കേട്ടോ. ഞാനിനി വെയിറ്റിട്ട് 2 വിസിലിന് ഓഫ് ചെയ്യും. വെണ്ടയ്ക്ക നല്ലപോലെ ബ്രൗൺ നിറായി. ഈ സമയത്ത് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനെ വാങ്ങിയിട്ട് ഒരു പാത്രത്തിലേക്ക് ആക്കുക. ഇങ്ങനെ ഒരു പാനിലേക്ക് ആക്കി വയ്ക്കാൻ പോണ്. ഇപ്പോൾ ഞാൻ പാൻ തിരിച്ച് വെച്ചിട്ട് 1 സ്പൂൺ എണ്ണ കൂടി ഒഴിക്കുകയാണ്. ഇതിലടുത്തതായി ചേർക്കേണ്ടത് എന്താ അറിയോ, ജീരകം. വെണ്ടയ്ക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത്. നല്ലോണം 1 ടീസ്പൂൺ ജീരകം ഇട്ടിട്ട് ആ ജീരകം പൊട്ടട്ടെ. ജീരകം നന്നായി പൊട്ടി. ഇപ്പം ഞാൻ ഒരു 10 കുഞ്ഞുള്ളി, ചെറിയ ഉള്ളി, നിങ്ങൾക്ക് വലിയ ഉള്ളി ചേർക്കാം, 2 മീഡിയത്തിലുള്ള വലിയ ഉള്ളി ചേർക്കാം. പക്ഷെ ഞാൻ ഇതിൽ ചെറിയ ഉള്ളി ചേർത്തു. വലിയ ഉള്ളിയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കുറച്ചൊരു മധുരിക്കുന്നൊരു ടേസ്റ്റ് വരും വലിയ ഉള്ളിക്ക്. അതുകൊണ്ടാണ് ഞാനിത് ആഡ് ചെയ്തിരിക്കുന്നത്. ഞാൻ വലിയ ഉള്ളി ചേർത്ത് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. എനിക്ക് പക്ഷേ ചെറിയ ഉള്ളി ആഡ് ചെയ്തപ്പോഴാണ് ടേസ്റ്റ് നോക്കുന്നത്. നിങ്ങൾക്ക് വലിയ ഉള്ളി ധാരാളം ആഡ് ചെയ്യാം. ഇതൊന്ന് നന്നായി ഫ്രൈ ആയിട്ട് വരട്ടെ. ഈ സമയത്ത് ചോപ്പ് ചെയ്ത് 1 ടീസ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, നിങ്ങൾക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം കേട്ടോ. ഞാൻ ഇങ്ങനെ പൊടിയായി അരിഞ്ഞിട്ട് ചേർക്കുക. ആ ചേർക്കുന്നതിനും കുഴപ്പമില്ല. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. ഇനി ഇതൊന്ന് നന്നായി സോട്ടായി വരുന്ന നല്ല മണം, വെളുത്തുള്ളിയുടെയൊക്കെ പച്ച മണം പോയാൽ നമുക്കിതിലേക്ക് 1 ടൊമാറ്റോ, 1 ടൊമാറ്റോ ഞാൻ ആഡ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ മണമൊന്ന് നന്നായി പോയി എന്ന് തോന്നുന്നു. ഈ ടൊമാറ്റോ ഇതിലേക്ക് ആഡ് ചെയ്ത് ഇതൊന്ന് നന്നായി വഴണ്ട് വന്ന് ഒന്ന് മഷിയാവണം കേട്ടോ. ഞാൻ തീ നല്ലോണം കൂട്ടി വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് 1 സ്പൂൺ മുളക് പൊടി, ഇതിൻ്റെ ഇടയിൽ ഒരു ഗ്രീൻ ചില്ലി വേണമെങ്കിൽ ചേർക്കാൻ 2 എണ്ണം. ഞാൻ പക്ഷേ 2ഉം കൂടി എരിവ് ഇവിടെ അധികം വേണ്ട. ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ആഡ് ചെയ്യണം. ഇത് എരിവുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ടാണ് പച്ചമുളക് ആഡ് ചെയ്യാതിരുന്നത്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ വളരെ കുറച്ച് കേട്ടോ, ഇതൊന്നും ജാസ്തി പാടില്ല, ഒരുപാട് കുത്തുന്ന മണം വരാൻ പാടില്ല. ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യുക. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ നന്നായി പോയി, മല്ലിയുടെയും മുളക് പൊടിയുടെയൊക്കെ. ആ സമയത്ത് ഞാൻ 1 കപ്പ് വെള്ളം ഒഴിക്കുകയാണ്. ഇതെന്തിനാ വെച്ചാൽ ഈ ഉള്ളിയും തക്കാളിയും നന്നായി ഒന്ന് വെന്തിട്ട് ഡ്രൈ ആവണം. അപ്പോൾ ഇതൊന്ന് വറ്റിയിട്ട് വരട്ടെ. ഇപ്പം ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഉപ്പ് നോക്കിയിട്ടില്ല ഞാൻ. ഇനി വെണ്ടയ്ക്ക ഇടുമ്പോൾ വേണമെങ്കിൽ കുറച്ചുകൂടി ഇടും. അപ്പോൾ ഇത് ഒന്ന് നന്നായി വെന്തിട്ട് വരട്ടെ, ഡ്രൈ ആവണം. ഇപ്പോൾ ഇത് നല്ലോണം ഡ്രൈ ആയി കണ്ടോ, തക്കാളി ഉള്ളിയൊക്കെ നന്നായി വന്നു. ആ സമയത്ത് ഞാൻ ഈ ഫ്രൈ ചെയ്ത് വെച്ച വെണ്ടയ്ക്ക ഇതിലേക്ക് ആഡ് ചെയ്യാൻ. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക.
ഈ സമയത്ത് ഞാൻ കുറച്ച് ഗരം മസാല, കൂടിപ്പോകരുത്, ഒരു പിഞ്ച്, ഒരു മണത്തിന് വേണ്ടി മാത്രം ആഡ് ചെയ്യാൻ പോവുകയാണ്. ഒരു കാലെന്ന് പറയാം, കണ്ടോ, ഇത്രയും ആഡ് ചെയ്തിട്ടുള്ളൂ. ഒരു മണം, ചെറിയൊരു മണം ആഡ് ചെയ്തൊന്നും അറിയരുത്. അങ്ങനെ ഒന്ന് ആഡ് ചെയ്തിട്ട് ഞാനിതിനെ അടച്ച് വയ്ക്കാൻ പോവുകയാണ്. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഈ തീയിൽ ഇത് കിടന്ന് നന്നായിട്ട് വെണ്ടയ്ക്ക ഒന്ന് വേവണം. എൻ്റെ പരിപ്പ് റെഡിയായത്. ഇപ്പോൾ പരിപ്പൊക്കെ നന്നായി വെന്ത് ഇതൊരു 10 മിനിറ്റ് മതി. ഞാൻ ഈ ഉള്ളിയും തക്കാളിയൊക്കെ അരിയുന്ന നേരത്ത് ആ പരിപ്പിനെ ഇത്തിരി വെള്ളത്തിലിട്ട് വെച്ചു, ഇത്തിരി ഇളം ചൂടുവെള്ളത്തിലിട്ട് വെച്ച് വെച്ചാൽ അഥവാ വേഗം വേവാത്ത പരിപ്പാണെങ്കിൽ അതും വേവും. ഇതിപ്പോൾ ഞാൻ അത് ചെയ്യുന്ന ആ ഇടയിൽ കൊണ്ട് പരിപ്പ് കറി റെഡിയായി. ഇനി ഇതിലൊരു ഹൈലൈറ്റ് ഉണ്ട്, അതൊന്നാണ് ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഉപ്പൊന്ന് ഞാൻ നോക്കട്ടെ. ഉപ്പൊക്കെ നന്നായി പാകത്തിനുണ്ട്. ഇനി ഞാൻ ചെറിയ ഒരു പാൻ വെച്ചിട്ട് ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ, ഒരേ ഒരു ടീസ്പൂൺ നെയ്യ് ചേർക്കുകയാണ്. തണുപ്പ് കൊണ്ടാണെങ്കിലോ നെയ്യൊന്നും ശരിക്കും ഉരുകി വരുന്നേയില്ല. ഇപ്പോൾ ഇനി ചെയ്യാൻ പോണത് 2 കൊച്ചുള്ളി ഇതിലേക്ക് ചേർക്കുക. ഇത് നന്നായി ഒരു നല്ല ബ്രൗൺ കളറാവണ വരെ ഒന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ എൻ്റെ ഉള്ളി നല്ല ബ്രൗൺ നിറായി. ഞാൻ തീ ഓഫ് ചെയ്തിട്ട് ഒന്നും കൂടി അതിൽ നല്ല ബ്രൗൺ ക്രിസ്പി ആവണം കേട്ടോ. അതാണ് അതിൻ്റെ ടേസ്റ്റ്. ഇത് ഈ പരിപ്പ് കറിയിൽ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, ഉഗ്രൻ ടേസ്റ്റാണ്. ഇനി ഈ വറുത്ത ഉള്ളി ഇതിലേക്ക് ഇടുക. ആ നെയ്യോട് കൂടിയിട്ട് ഇടുമ്പോൾ നല്ലൊരു മണമാണ്. ഈ കറിയുടെ ഹൈലൈറ്റാണ് ഇത്. ഉള്ളി നല്ല നെയ്യിൽ വറുത്തിടുക. ഞാനതിനെ തിരിച്ച് ഒഴിക്കട്ടെ ഒന്ന് അതിലേക്ക്. അതിൻ്റെ ഉള്ളി നെയ്യൊന്നും ബാക്കി പോകണ്ട. അപ്പോൾ ഇപ്പം എൻ്റെ തക്കാളി ഉള്ളിക്കറി റെഡിയായി. ഇത് നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇവിടെയുള്ളവർക്ക്, എൻ്റെ വീട്ടിലുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കറി ഏറ്റവും ഇഷ്ടപ്പെടുന്നത് നോക്കിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. സമയക്കുറവ് ഇന്നത്തെ കാരണം ഇന്ന് ഞാൻ ഇതിൽ കലാശിച്ചു. പക്ഷേ ഇത് വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഇത് ഈ ലാസ്റ്റ് സ്റ്റേജ് ഒരിക്കലും മറക്കരുത്. ഓക്കെ ഓക്കെ ഇപ്പോൾ എൻ്റെ വെണ്ടയ്ക്ക മസാല റെഡിയായി. ഇത് നന്നായി വെന്തു. ഇതിലേക്ക് ഞാൻ മല്ലിയില ഇട്ട അടിപൊളി ടേസ്റ്റാണിത്. ഒരു സെമി ഗ്രേവി ടൈപ്പാണ് ഈ കറി. ഇത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. ഏത് റൊട്ടിയുടെ കൂടെ കഴിക്കാനും ഇത് നല്ലതാണ്. വെണ്ടയ്ക്ക ഇഷ്ടമുള്ളവർക്ക്, പിന്നെ ചോറിൻ്റെ കൂടെ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യാം. ഇനി ഞാൻ എൻ്റെ 2 സാധനവും ആക്കിയിട്ട് കാണിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ 2 ഡിഷും കണ്ടിരിക്കുമെന്ന് വിചാരിക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒക്ര റൈസിങ് വെണ്ടയ്ക്ക ഫ്രൈയും വെണ്ടയ്ക്ക മസാല ഫ്രൈ, ഇത് പരിപ്പ് കറി. ഇന്നത്തെ 2 ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക, കമൻസ് തരിക, ഇഷ്ടപ്പെട്ടുവെങ്കിൽ പറയുക. വളരെ ടേസ്റ്റി ആട്ടോ. ഊണ് കഴിക്കാനാണെങ്കിലും ഈ കറി ഇത് 2ഉം ചപ്പാത്തിക്ക് പറ്റും. ചപ്പാത്തിയോ റൊട്ടിയോ എന്ത് കഴിക്കാൻ. അപ്പോൾ ഞാൻ ഇവിടെ പറയട്ടെ, ഇനി അടുത്തൊരു നല്ല വീഡിയോ ഇട്ടിട്ട് കാണിക്കും. ബൈ.